നിനക്ക് എന്നോട് എപ്പോഴെങ്കിലും ക്രഷ് അടിച്ചിട്ടുണ്ടോ? എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഗേൾ ഫ്രണ്ടിനെ ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോവാണ് കേട്ടാ. ചോദിക്കട്ടെ, നിനക്ക് പൊസസീവ് അടിച്ചിട്ടുണ്ടോ? ഞാൻ ഇവളുടെ കാര്യം ആദ്യം പറയുമ്പോ എന്തായാലും ഉമ്മ കൊടുത്തത് ഞാനും കൊടുക്കട്ടെ. അപ്പൊ നമ്മൾ ഹൂ നോസ് ബി ബെറ്റർ കളിക്കാൻ പോവാണ്. ഞാനും വിറകും തമ്മിൽ എന്തേലും പരിപാടി ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? ബെസ്റ്റ് ഫ്രണ്ടിനെയാണോ ഇഷ്ടം? ഫ്രണ്ടിനെയാണോ ഇഷ്ടം? പതിവിലും ഇതായിട്ടൊക്കെ ഒരുങ്ങി എവിടെ പോണു രാവിലെ? അമ്മ ഇന്നെ ഗേൾ ഫ്രണ്ടിനെ കൊണ്ട് ഞാൻ വിറകിനെ കാണിക്കാൻ പോവാ. അവളെ ഇതുവരെയായിട്ട് കണ്ടിട്ടില്ലല്ലോ വിറകിനെ. എങ്ങനെയുണ്ട്? കൊള്ളാവാ ഫേസ് ഒക്കെ? നല്ല സൂപ്പർ. ഇവിടെ നിന്റെ മുഖം ഇപ്പഴാണ് ശ്രദ്ധിച്ചത്. നിന്റെ മുഖം ഭയങ്കരമായിട്ട് വെളുത്തിരിക്കണല്ലോ. എന്നാ തേച്ചടാ? അപ്പൊ മമ്മി ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം, നിങ്ങളോടും പറഞ്ഞുതരാം. വേറെ ഒന്നല്ല, നമ്മുടെ ബോയ്സിന്റെ ടഫ് സ്കിന്നിന് വേണ്ടിട്ട് എസ്പെഷ്യലി മെയ്ഡ് ചെയ്ത ഒരു ഫേസ് വാഷ് ഉണ്ട്. ദാറ്റ് ഈസ് മുഷ്ടാക്കിന്റെ ഓഷ്യൻ ഫേസ് വാഷ്. കണ്ടാ പൊളി സാധനം. ഇത് ഞാൻ കുറച്ച് ദിവസം ഇപ്പൊ വീണ്ടും, പണ്ട് എപ്പോഴും ഇട്ടോണ്ടിരുന്നായിരുന്നു, ഇപ്പൊ അത് തീർന്നായിരുന്നു. കഴിഞ്ഞ ദിവസം വാങ്ങിയിട്ട് ഇപ്പൊ വീണ്ടും ഇടാൻ തുടങ്ങി. അതിന്റെ ചേഞ്ചാ. പിന്നെ ഇതിനകത്ത് സാലിസിലിക് ആസിഡ് ഉണ്ട് കേട്ടാ. ഇതെന്ന് പറഞ്ഞാൽ എന്റെ ഫേസിലെ പിമ്പിളും ആക്നെയൊക്കെ ഫൈറ്റ് ചെയ്യുക, അതുപോലെ തന്നെ എന്റെ മുഖത്തുള്ള എണ്ണയും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യും. മുഖത്ത് പോയിക്കുക വല്ല കുരു എന്തെങ്കിലും ഒക്കെ ഉണ്ടാ. പിന്നെ ഇതിനകത്ത് ലിക്വറൈസ് എക്സ്ട്രാക്ട് ഉണ്ട്. അതാണ് നമ്മുടെ ഫേസിനെ ബ്രൈറ്റൻ ആയിട്ട് വെക്കുന്നത്. അതുപോലെ തന്നെ ഒരു മെൻലി ഒരു അതിന്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ സീറോ ഹാർംഫുൾ കെമിക്കൽസും ആണ്. പിന്നെ ഇത് എന്റെ മാത്രം ഒരു ഫേവറേറ്റ് ഐറ്റം അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ പോയി നോക്കുകയാണെങ്കിൽ അറിയാം 5 ലക്ഷം റിവ്യൂസ് ആണ് ഉള്ളത്. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഓഫറി 2 വാങ്ങി. ഇത് ഒരെണ്ണം തീർന്നു പോയിട്ടാ. അപ്പൊ ഓഫർ 2 വാങ്ങിയപ്പോൾ ഒരെണ്ണത്തിന് 125 റുപ്പീസ് ആയാലും വിച്ച് ഈസ് വെരി അഫോർഡബിൾ ഗൈസ്. ഈ ഒരു ഫേസ് വാഷ് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് ബ്രൈറ്റനും ആവും, ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യും. ജസ്റ്റ് അതിങ്ങനെ ഞെക്കി അതിങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ തേച്ച് നല്ലപോലെ ഒന്ന് കഴുകി എടുക്കണം. അപ്പൊ തന്നെ നമ്മുടെ സ്കിന്നിന് ഒന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീലാണ് ഗൈസ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഗൈസ് നമ്മുടെ ബോയ്സിന് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനം ഈ ഒറ്റ ഫേസ് വാഷ് അടങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഇട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു ഗ്ലോനെസ്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കിട്ടുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങൾ ഒരു വട്ടം നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പൊ അതിന്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇത് 45 ദിവസം വരെ ലാസ്റ്റ് ചെയ്തേക്കാം. എനിക്കും കൂടെ തരാം. ഇത് ബോയ്സിന് വേണ്ടിയിട്ടുള്ള കേട്ടാ. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ലിങ്ക് കാര്യങ്ങളൊക്കെ എന്റെ ഡിസ്ക്രിപ്ഷൻ ഞാൻ കൊടുത്തേക്കാം. എന്തായാലും നിങ്ങൾ ഒരു വട്ടം വാങ്ങി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഡിഫറൻസ് അറിയും. ഓക്കെ, എന്നിട്ട് ടാഗ് മീ ലേറ്റർ ഇൻ ദ കമന്റ്സ്. ഹേ ഗൈസ്, അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഗേൾ ഫ്രണ്ടിനെ ആദ്യമായിട്ട് നേരിട്ട് കാണാൻ പോവാണ് കേട്ടാ. അപ്പൊ നീ എക്സൈറ്റഡ് ആണ്? എക്സൈറ്റഡ് ആണ്. എന്താന്ന് വെച്ചാ ഇത്രയും കമ്പനി ആയിട്ട് വേറെ ആൾ എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ വന്നപ്പോ തൊട്ട് കാണണമെന്ന് ഇങ്ങനെ പറഞ്ഞു ഇവനോട് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇതുവരെ കാണാൻ പറ്റിയില്ല. അപ്പൊ നാളെ ഞാൻ പോകും. അപ്പൊ വിറകാണെങ്കിൽ അടുത്ത ദിവസം എന്ന് പറയുമ്പോൾ നാളെ പോകും. അപ്പൊ അതിനു മുമ്പ് എന്തായാലും അവിടെ കാണണമെന്ന് എന്നോട് ഇവള് പറഞ്ഞായിരുന്നു. അപ്പൊ ടുഡേ ഇസ് ദ ഡേ, നൗ ഇസ് ദ ടൈം. പന്നൊഴുകി ഞാനും വിറകും കൂടെ ഒരു മാർട്ടിൽ കയറി കേട്ടാ. എന്നിട്ട് ഇത് എന്റെ ഗേൾ ഫ്രണ്ടിന് വേണ്ടിട്ട് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇത് മിഠായി കൊടുത്തോണ്ടിരിക്കുക. ഓഫ്, എന്താ ഒരു സ്നേഹം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്റെ ബെസ്റ്റ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ട് കാണുമെന്ന് പറയാം. എത്ര നാളെ കണ്ട പോലെ കണ്ടോ പറയുന്നത്. അപ്പൊ ഗൈസ്, ഈ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്റെ ഗേൾ ഫ്രണ്ട് മീറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ തമ്മിൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്? എന്തോ തോന്നുന്നു? നേരിട്ട് നല്ല പൊക്കമുണ്ട്. പക്ഷേ ഇത്ര എക്സ്പെക്ട് ചെയ്തില്ലാന്ന് തോന്നല്ലേ? എന്തെങ്കിലും പൊക്കോളൂ. തല വരുമ്പോ ഇങ്ങനെ കുഴപ്പമില്ല. നിനക്ക് ഇവിടെ കണ്ടെന്ന് തോന്നി. എങ്ങനെയുണ്ട് എന്റെ ഗേൾ ഫ്രണ്ട്? സുന്ദരിയാണോ? സുന്ദരിയല്ലേ? കമന്റൊക്കെ ഇടാറുണ്ട്. ഗൈസ്, ആദ്യം എന്ന് പറഞ്ഞാൽ ചോദിക്കട്ടെ, നിനക്ക് പൊസസീവ് അടിച്ചിട്ടുണ്ടോ? ഞാൻ ഇവളുടെ കാര്യം ആദ്യം പറയുമ്പോ, കാരണം ഇവള് ആദ്യം ലൈഫിലോട്ട് വന്ന സമയത്ത് ഞാൻ എപ്പോഴും വിറക് ഗൈസ് വിറക് എന്ന് പറയായിരുന്നേ. അപ്പൊ എനിക്ക് എന്ത് തോന്നിയിട്ടുണ്ട്? അഡ്മിറ്റ് ചെയ്തു. ഞാൻ സത്യം പറയത്തുള്ളൂ, ഓടിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഞങ്ങള് കൂടുതൽ സഞ്ജിന്റെ ബർത്ത്ഡേ ടൈം ആയപ്പോഴാണ് കണക്ട് ആയത്. ഞാൻ മെസ്സേജ് ഒക്കെ അയച്ച് വീഡിയോ ഒക്കെ തരാൻ പറഞ്ഞപ്പോ ഇങ്ങനെ സ്പോട്ടിലൊക്കെ അയച്ചത്. പിന്നെ അങ്ങോട്ട് ഞങ്ങൾ നല്ല അടിപൊളി ഫ്രണ്ട്സ് ആയി. ഞാൻ ആദ്യം ചിലപ്പോ ജാട ആയിരിക്കും എന്നൊക്കെ, ഞാൻ അതിനു മുമ്പ് എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ അന്ന് പിന്നെ മനസ്സിലായി എല്ലാം ഓക്കെ, എല്ലാവരും തരത്തില്ലാന്നൊക്കെ. നിനക്കല്ല ജലസ് അടിച്ചിട്ടുണ്ടോ? എനിക്ക് ഫ്രണ്ട്ഷിപ്പിൽ ചുമ്മാ എന്തെങ്കിലും ചോദിക്കണ്ട, അതുകൊണ്ട് ചോദിച്ചാ. നിനക്ക് ഓ, അവര് രക്ഷപ്പെട്ടോ? പിന്നെ
ഒരു നമ്മള് തമ്മിൽ എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് അടിക്കാനുള്ള ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിപ്പോ ഇല്ലല്ലോ. നിങ്ങൾ എന്നെ ബ്രേക്ക് ചെയ്യുന്നു. അതെനിക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കുഴപ്പമില്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടോ എനിക്ക്? ഇടയ്ക്ക് ചില അതെന്ത് പറ്റി അങ്ങനെ തോന്നാൻ? അതിപ്പോ എങ്ങനെ കേക്കട്ടെ. അത് പാസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ വെച്ച് നമുക്ക് അസ്യൂം ചെയ്യാമല്ലോ. അതൊന്നുമില്ല. എന്നിട്ട് അടിപൊളി ഇത്ര നേരമായിട്ട് കണ്ടില്ലല്ലേ? എന്താണ് ഉമ്മ കൊടുത്തത്? അതെനിക്ക് ഇഷ്ടം. ഞാനും കൊടുക്കട്ടെ? ചുമ്മാ പദ്ധതി അടിക്കാൻ നോക്കിയതാ. അല്ല ഞാൻ ചുമ്മാ എന്ത് പറയുന്ന നോക്കിയാ വിറക് അടുത്ത ഒരു സർപ്രൈസ് നിനക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടാ. എന്താ? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ലിപ്സ്റ്റിക് ഒക്കെ ആട്ടത്. ഞാൻ നേരത്തെ പറഞ്ഞോട് എന്നോട് ചോദിച്ചായിരുന്നു നിനക്ക് എന്താ വേണ്ടിയത്. അതല്ലാണ് നോക്കി ഞങ്ങൾ 50 രൂപ വാങ്ങിക്കൊണ്ട് വന്നു ഇപ്പൊ വഴി. പോടാ, ഇതെനിക്ക് വേറെ അവിടെ നോക്കട്ടെ. അപ്പൊ കഴിച്ച് എന്തായാലും നമ്മളിവിടെ വന്നിരിക്കുക. അപ്പൊ നമുക്ക് റാപ്പിഡ് ഫയർ റൗണ്ട് നടത്താം. റെഡി? അപ്പൊ കഴിച്ച് നമ്മൾ ഹൂ നോസ് ബി ബെറ്റർ കളിക്കാൻ പോവാണ്. എന്റെ ഫേവറേറ്റ് കളർ എന്റെ ഫേവറേറ്റ് ഫുഡ് ബീഫ് ഒരു ഐറ്റം. രണ്ട് കറക്റ്റ് ആയിട്ടോ. എനിക്ക് ബീഫിന്റെ ഐറ്റം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, എന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള കുപ്പി രണ്ടുപേരും സ്കോർ ചെയ്ത് കേട്ടാ. ഇവിടെ തന്നെ ഏകർ കറക്റ്റാ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരു കാറിന്റെ പേര് പറഞ്ഞു. അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്റെ കാറിൽ എനിക്ക് എനിക്ക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ഒരു കാറുണ്ട്. അതാണ് നേരത്തെ എനിക്ക് എത്ര ഗേൾ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? അയ്യോ, നമ്പർ എനിക്കറിയില്ല. ഗസ് അടിക്ക്. എത്ര ഞാൻ പറയത്തില്ല, ക്ലോസിലെ ആണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഗൈസ് അടുത്ത ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ സ്വത്തിനോട് ചോദിക്കാൻ പോകുന്നത്. ഓക്കെ, ഇത് മറ്റേ ഇൻഡിവിജ്വൽ ആയിട്ട് ചോദിക്കുന്ന റൗണ്ടാണ്. അപ്പൊ ഫസ്റ്റ് വൺ ഗോസ് ടു സ്വത്ത്. ഞാനും വിറകും തമ്മിൽ എന്തേലും പരിപാടി ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടെന്ന് ആലോചിച്ചിട്ടുണ്ടോ നീ? പിന്നെ നിനക്ക് എന്താ പൊസസീവ് കടിക്കുന്നത്? അതെന്താ പറയാ, ഞാൻ ഇവനായിട്ട് റിലേഷൻ ആയ സമയത്ത് എന്നോട് എന്ത് പറഞ്ഞാലും ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ലവ് ആയെന്ന് അങ്ങനെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. നോ വേ. പക്ഷെ നമ്മൾ ഈ ഒരു ഗേൾ, ഇപ്പൊ ഞാൻ ഗേളാണ്, അവളും ഒരു ഗേളാണ്. അപ്പൊ ഒരു ഗേളിനെ കുറിച്ച് ഇങ്ങനെ കൂടുതലായിട്ടൊക്കെ പറയുമ്പോ ഇവളെ ഈ സാധനം എവിടെ നിന്ന് വന്നു, ഇവിടെ നിന്ന് കാണാലോ, അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അങ്ങനെ എങ്ങനെ മാറിയത്? അത് നിന്റെ ബർത്ത്ഡേയുടെ സമയത്ത് ഇവളുമായിട്ട് മിണ്ടി പിന്നെ സ്ഥിരം വീഡിയോ കോളാണ്. ഞാൻ വെറുതെ ഇരുന്നാലും ഇങ്ങോട്ട് ഒരു വീഡിയോ കോൾ, ഞാൻ വെറുതെ ഇരുന്നാലും അങ്ങോട്ട് വിളിക്കും. ഓക്കെ, അപ്പൊ ഇത് സംഭവം ക്ലിയർ ആയിട്ടുണ്ട്. എനിക്ക് അറിയണമായിരുന്നു, അതോട് ചോദിച്ചാണ്. അടുത്ത സ്ക്വയറിനോടുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ എനിക്ക് കമന്റ്സിലൊക്കെ കുറെ ആൾക്കാർ ഇങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അല്ലാണ്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് വിറകു, നിനക്ക് എന്നോട് എപ്പോഴെങ്കിലും ക്രഷ് അടിച്ചിട്ടുണ്ട്? അയ്യോ, ഞാൻ മറന്നുപോയി. എന്റെ ഒരു ക്രഷ് മെറ്റീരിയൽ അല്ല. എനിക്കങ്ങനെ അങ്ങനെ തോന്നാൻ പറ്റത്തില്ലല്ലോ. അല്ല, അങ്ങനെ തോന്നാൻ പറ്റും. എനിക്ക് തോന്നി. അതാ ഞാൻ ചോദിച്ചു. തോന്നിയില്ല. ഓക്കെ, ഞാൻ അത്ര പൊളിയല്ലേ? അതല്ല, ഫ്രണ്ട് ആയിട്ടുള്ള രീതിയിൽ ഇവർ അടിപൊളിയാ. എനിക്ക് എല്ലാ കാര്യവും പറയാം. ടോട്ടലി എന്നെ ചേഞ്ച് ആക്കിയത് ഇവരാ. എങ്ങനെയാ നിന്നെ ചേഞ്ച് ആക്കിയത്? പറഞ്ഞു കൊടുക്കുക. ഒരു ഇൻട്രോവേർട്ടിൽ നിന്ന് വേറൊരു സാധനമായി. ഇവിടെ ഭയങ്കര ഇൻട്രോവേർട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. അവളെ ഞാൻ ഹൈലി എക്സ്ട്രോവേർട്ട് ആക്കി. അതായിരുന്നു സംഭവം. ഒരു വീട്ടിൽ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് വാ വിട്ടു വാ. ഞാൻ റോഡിന്ന് കമ്പനിയായതാ, സിനിമ ഞാൻ പറയാ
ഞങ്ങൾ റോഡ് സൈഡ് വെച്ചിട്ട് ഇവിടെ കണ്ടിട്ട് അങ്ങനെ എന്റെ കോളേജിലായിരുന്നു. അപ്പൊ റോഡ് സൈഡ് വെച്ച് അല്ലാണ്ട് പുറത്ത് വെച്ച് ഞാൻ കണ്ടപ്പോ ഇവിടെ പറഞ്ഞ സിനിമ സെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ കമ്പനിയായി സംസാരിച്ച്. അത് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ അടുത്ത് ഇങ്ങനെ വളവളവളവളാന്നിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുക. അപ്പൊ ഇവിടെ ഭയങ്കര ഇൻട്രോവേർട്ട് ആയിട്ടുള്ള വ്യക്തിയാണ്. അപ്പൊ എന്നോട് പറഞ്ഞു എടാ എനിക്കിങ്ങനെ പുതിയ ആൾക്കാരോടൊക്കെ സംസാരിക്കണം, ഡെയിലി നീ എങ്ങനെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു നീ ഒരാഴ്ച എൻ്റെ അടുത്ത് കണക്ക് സെറ്റാക്കി തരാം. അന്ന് തൊട്ട് ഞാൻ എല്ലാ ദിവസവും കമ്പനി ആയതാണ്. പിന്നെ വ്ളോഗ്സിനൊക്കെ എൻ്റെ കൂട്ടത്തിൽ ഒരുമിച്ചുണ്ടായിരുന്നു. എല്ലാരെക്കാളും ഫസ്റ്റ് ഇവളായിരുന്നു എൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഞങ്ങള് കട്ട കമ്പനി ആയതാണ്. സത്യം പറഞ്ഞാൽ നീ പോയപ്പോ ഞാൻ പറഞ്ഞു നിന്നെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തായിരുന്നു കേട്ടോ. സത്യമായിട്ട് മിസ് ചെയ്തായിരുന്നു ഞാൻ. ഇവിടുന്ന് മറ്റേ കൊഞ്ഞണൊക്കെ കാണിക്കുന്നത് ഒന്നിനെ കഴിച്ച് നീ എന്താ പോകുന്നത് തിരിച്ച് പാവം നിനക്ക് വേണ്ടി കൊണ്ടൊന്ന് ഗിഫ്റ്റ് കണ്ട. ഇല്ല ലിപ്സ്റ്റിക്കിന് നന്ദി ഞാൻ കാണിക്കും. ലിപ്സ്റ്റിക്ക് മുന്നിൽ വെച്ചിട്ട് എന്നോട് മിണ്ടലെന്ന് പറയുക. എടി ശരിക്കും എന്തോന്നു എനിക്ക് ഇവളെ കുറിച്ച്? ഇവളെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന സാധനം ഇപ്പോൾ ഉള്ള ഇത് മാറ്റങ്ങൾ എന്തോ നിനക്ക്? നേരത്തെ ഉണ്ടായിരുന്ന കൺസെപ്റ്റ് ഇപ്പൊ നേരിട്ട് കണ്ടപ്പോൾ ഉള്ള കൺസെപ്റ്റ്? നേരത്തെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് ആന്നേ ആയിരുന്നേ, സത്യമായിട്ടായിരുന്നു. അത് കൂടുതൽ സഞ്ജു പറഞ്ഞാക്കിയതാ. ഇവന്റെ കയ്യിലിരിപ്പ എന്ന് വെച്ചാൽ എനിക്ക് നിന്നെ അറിയത്ത് പോലും ഇല്ല. അപ്പൊ ആ സമയത്തൊക്കെ എന്റെ അടുത്ത് എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, വിറക്, അബി, ദീക്ഷിത്, അതെനിക്ക് അറിയില്ലല്ലോ മിണ്ടില്ല. അപ്പൊ ഇവര് മൂന്നുപേര് ഇത് പറഞ്ഞ് അവസാനം എനിക്ക് വിറകിന്റെ ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ ഒരു ദിവസം രാത്രി ഇങ്ങനെ നീളോ, ഞങ്ങൾ അവിടെ പോയി, ഞങ്ങൾ ഇവിടെ പോയി, ഞങ്ങൾ അങ്ങനെ കറങ്ങും, ഞങ്ങൾ ഇങ്ങനെ പോകും, പിന്നെ എപ്പോഴാ വരുന്നേന്ന് അറിയത്തില്ല. ഏത് ഈ സാധനം പോയത് നന്നായി, പിന്നെ ഇതിനെ കണ്ടിട്ടില്ലല്ലോ. പക്ഷെ ഇപ്പം നമ്മുടെ ബർത്ത്ഡേക്ക് ശേഷം എനിക്ക് ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല കമ്പനി ആയിരുന്നു. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പേഴ്സണൽ ആയിട്ടൊരു കുശുമ്പോ അല്ലെങ്കിൽ ഒരു പോസിറ്റീവോ ഒന്നും അടിച്ചിട്ടില്ല. ഞങ്ങള് ഇവനറിയാതെ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും. പക്ഷെ നടന്നില്ല. മഴ കിട്ടപ്പോ ഞാൻ അവളോട് പറയാം തന്നെ പോയി ചെയ്തോളാം. വീഡിയോ കാർഡിൽ നേരിട്ട് കാണാനോ സുന്ദരി? അല്ല വീഡിയോയിലൊക്കെ വേറെ കളറാ. ഇതിലാണ് നിങ്ങൾ പറ, ഈ നേരിട്ട് കാണാനാണ് കുറച്ചും കൂടെ അടിപൊളി. മുടിയൊക്കെ കളർ സുന്ദരിയാണെന്ന് പറയുമ്പോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എടി ഇനി അടുത്ത നിന്നോട്, നിനക്ക് നേരത്തെ കണ്ട ന്യൂസും ഇപ്പൊ നേരിട്ട് കണ്ട ന്യൂസുമായിട്ട് എന്തോ വ്യത്യാസം നിനക്ക് തോന്നിയത്? എനിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ വീഡിയോ കോൾ ഇതൊക്കെ തന്നെയാണ്, സെയിം ആണ്. അപ്പോഴത്തെ ഇപ്പോഴത്തെ സെയിം ആണ്. വീഡിയോ കോൾ എന്ന് വെച്ചപ്പോ ഞാൻ മറ്റേ ഫോട്ടോസിലും മറ്റേ റീൽസിലൊക്കെ കണ്ടിട്ടുള്ളൂ. അപ്പൊ കുറച്ച് മെച്യൂരിറ്റി ഉണ്ട്, ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണായിട്ട് തോന്നി. നേരിട്ടാണ് മനസ്സിലായി മറ്റേ പിള്ളേരൊക്കെ കെട്ടി പിള്ളേർ റോഡ് നടക്കുന്ന. എടി ഇനി പറ, നീ പറ ആസ് എ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങളെ തമ്മിൽ എങ്ങനെയുണ്ട് മാച്ച്? ഞാൻ പറയില്ല, അത് ഇവളോടല്ലേ പറഞ്ഞു, എന്നോട് പറഞ്ഞു. അടിപൊളിയാ, നല്ല രസമുണ്ട്. അടിപൊളിയല്ലേ? നമ്മൾ അടിപൊളിയാണ് ഗൈസ്, ഞങ്ങൾ അടിപൊളിയാണ്. അത് എനിക്ക് പേഴ്സണലി എല്ലാവർക്കും പല അഭിപ്രായങ്ങളാണ്. ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല, ചിലർക്ക് ഷോ ആണെന്ന് തോന്നും, ചിലർക്ക് ഓവറാണെന്ന് തോന്നും, ചിലർക്ക് റൊമാൻറ്റിക് ആയിട്ട് തോന്നും. ഞങ്ങൾ ഇങ്ങനെയാണ്. അപ്പൊ ഉള്ള കാര്യം ഉള്ളവര് പറയും, എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യണ രീതിയൊന്നുമല്ല. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായ ഞങ്ങളുടെ ഒരു കോംബോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് താഴത്തൊന്ന് അറിയിച്ചേക്ക്, അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ആഫ്റ്റർ എ വെരി ലോങ് ടൈം ആണ് വിറകിന നമ്മുടെ ഓഡിയൻസ് കാണുന്നതും അതിലുള്ള പഴയ ആൾക്കാരൊക്കെ കാണാത്തതും. അപ്പൊ അവരോട് എന്താണ് വിറകിന് പറയാനുള്ളത്? പ്ലീസ് സബ്സ്ക്രൈബ് മൈ ഓൺ ചാനൽ യൂട്യൂബ്. അതിൽ ഞാൻ അത്ര ആക്റ്റീവ് ഒന്നും അല്ല ഇപ്പൊ. നീ ഇപ്പൊ വീഡിയോ ഇടാത്ത? സമയക്കുറവുണ്ട്, എന്നാൽ ഇടയ്ക്ക് ഞാൻ ഇടാറുണ്ട്. എന്റെ കുറെ വീഡിയോസ് ഒക്കെ ഇരിപ്പുണ്ട്, പക്ഷെ ഇടാനുള്ള സമയമില്ല. നിന്റെ കല്യാണം പറയാണോ? ഉടനെ എങ്ങനെ കാണുമോ? ഇല്ലായിരിക്കും, ഞാൻ പറയത്തില്ല കേട്ടാ, എനിക്കറിയാം. ഓക്കെ, അപ്പൊ ഗൈസ് ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ പരിപാടി. ഇനി വല്ലതും ഉണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ ഒന്ന് കഴിക്കട്ടെ എന്തെങ്കിലും കേട്ടോ, കാരണം ഇത്ര കുറച്ച് നേരമായി ഫുഡ് ഇരിക്കുന്നു, ഇവിടെ നിന്ന് കഴിക്കുന്നില്ല. ഇപ്പഴാണ് പിന്നെ ചോദിക്കും എന്റെ ധർമ്മസങ്കടത്തിലിടുന്നത്. ഞാൻ ഇപ്പഴേ പറയാം, ഞാൻ കട്ടിയുടെ ഓടിക്കളയുന്നു. ഈ ക്ലിപ്പ് കട്ട് ചെയ്തില്ലെങ്കിൽ കട്ട് ചെയ്ത ഞാൻ അതിന്റെ ഇടയിൽ
അല്ലല്ല ധർമ്മസങ്കടത്തിലാക്കുന്ന ചോദ്യമൊന്നുമില്ല. ഓക്കെ, നിനക്ക് 4 റിലേഷൻ ഉണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്. പേര് നമുക്ക് പറയാൻ പറ്റില്ല. അവര് വന്ന് കെട്ടിപ്പോയി അതൊക്കെ പിന്നെ കുടുംബ കലഹുണ്ടാവും. അല്ല അതല്ല നിന്റെ ഈ 4 റിലേഷനില് വിറകിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാ? ഇല്ല ഇല്ല, വേറെ ഒരാളെ മാത്രമേ അറിയാം. 2 ഒരാള് മറന്നുപോയി. ഓക്കെ. എന്നിട്ട് അവര് തമ്മിൽ സെറ്റ് ആയിരുന്ന ശരിയാ ശരിയാ ശരിയാ. അവര് തമ്മിൽ സെറ്റൊന്നും ആയിട്ടില്ല. ആയിട്ടില്ല, ഞാനോർത്ത് ആയിട്ടുണ്ട്. ശരിയാന്നൊക്കെ പറഞ്ഞേ. അത് ഞങ്ങള് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതാ. എന്റെ ചോദ്യം മുങ്ങിപ്പോയിന്റെ ഇടയ്ക്ക് ഇവരെന്തോ പോയപ്പോ ഇല്ലില്ല, ഞാനത് ഇങ്ങനെ പിന്നെ ശരിയാ ശരിയാ അങ്ങനെ ഞങ്ങള് കണക്ട് ആകുന്നൊക്കെ കോളേജിലൊക്കെ വെച്ച്. അപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ആണ് ഇപ്പോഴും? അല്ല നിങ്ങൾ എടി ഇല്ല, ഇവിടെ അവരോട്ട് കമ്പനി ഒന്നും അല്ല. അല്ലല്ല, അങ്ങനെ കമ്പനി ഒന്നും ഇല്ല. അങ്ങനെ കമ്പനി ഒന്നും ഇല്ല. മറന്നുപോയി. ഇവരിടയ്ക്ക് വെച്ച് എന്റെ ഗേൾ ഫ്രണ്ട്സിൽ ഭയങ്കര ഇവളോട്ട് കമ്പനി ആയിട്ടുള്ള എന്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എന്റെ സ്വത്താണ്. അതാ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കമ്പനിയിലല്ലോ കമ്പനി അടിച്ച എടാ, അവർക്ക് കൂടെ താല്പര്യം തോന്നുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണെങ്കിൽ പെട്ടെന്ന് ഭയങ്കര കമ്പനിയാവും കേട്ടോ. ഞാൻ അത്ര കമ്പനി ആവില്ല പെട്ടെന്ന്. ഇൻട്രോവേർട്ടോ എക്സ്ട്രോവേർട്ട് വന്നിരിക്കുന്നു. ഇനി ധർമ്മസംഘടനയുടെ ചോദ്യം വേണ്ടേ? ചോദ്യം നിങ്ങൾക്കറിയാം. പറ. ഞാൻ പോകുള്ളൂ. എന്തോ ചോദ്യം എനിക്കറിയത്തില്ല. ചോദ്യത്തിന്റെ ഉത്തരം സഞ്ജു തരും കേട്ടാ. ചില തരത്തിൽ എനിക്കറിയത്തില്ല. സഞ്ജു, ബെസ്റ്റ് ഫ്രണ്ടിനെയാണോ ഇഷ്ടം, ഗേൾ ഫ്രണ്ടിനെയാണോ ഇഷ്ടം? എനിക്ക് രണ്ടുപേരും ഇഷ്ടമാണ്. എനിക്ക് രണ്ടുപേരും അടിപൊളിയാ. ഞാൻ പറഞ്ഞുതരാം. ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കും. ഗേൾ ഫ്രണ്ട് ആയിരിക്കും. ആൾക്കും ഫ്രണ്ട് ആവാൻ പറ്റും. പ്ലസ് ബെസ്റ്റ് ഫ്രണ്ടും ആയിരിക്കും. സംഭവം മനസ്സിലായല്ലോ. രണ്ടുപേരും അടിപൊളിയാണ്. ഇവള് ഗേൾ ഫ്രണ്ടാണ്, ഇവള് ബെസ്റ്റ് ഫ്രണ്ടാണ്. ഓക്കെ, എത്ര ചോദ്യമൊക്കെയാണ് ചോദിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത്. ഇത് ആരെ ഞാൻ നിങ്ങൾ രണ്ടുപേരും കൂടെ മറ്റേ ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാന്ന് പറഞ്ഞാൽ മതി. ഇവര് എന്നാണല്ലോ തിരിച്ചു ചോദിക്കുന്നത്. പക്ഷെ എന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടാവും. അത് തന്നെ. ഒരു വിറകെന്ന് പറഞ്ഞ ഞാൻ കാര്യം പറയട്ടെ. വിറക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചങ്ക് പടിയാണ്. അല്ല, ഒരു ചങ്ക് പടിയാണ്. നമ്മളങ്ങനെ ഈ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഒന്നും എക്സ്പെക്ട് ചെയ്യാൻ അല്ല ഞാൻ പറഞ്ഞ. അപ്പൊ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അപ്പൊ എനിക്ക് അങ്ങനെയൊന്നും പ്രത്യേകിച്ച് അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല. അവിടെ ഒരു അടിപൊളിയാണ്. നീ അടിപൊളിയാണ്. സംഭവം അടിപൊളിയല്ല. എന്റെ വീട്ടിൽ ഞാനാ പന്ന അടിപൊളി. പക്ഷെ എല്ലാരേക്കാളും അടിപൊളി ഞാന്. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. ദാറ്റ് ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട് മീറ്റിംഗ് മൈ ഗേൾ ഫ്രണ്ട്. അപ്പൊ രണ്ടുപേർക്ക് അടിപൊളിയല്ലായിരുന്നു? എനിക്ക് എന്തായാലും അടിപൊളിയായിരുന്നു. പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എങ്ങനെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. അപ്പൊ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ എന്നും പറയണ പോലെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കണൊക്കെ എന്ത് ചെയ്യണം? ഇങ്ങനെയല്ല ഞാൻ ഒറിജിനലി പറയണം. ഓക്കെ, അപ്പൊ വീഡിയോ ഇഷ്ടമെങ്കിൽ എന്നും പറയണ പോലെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സാൽക്കാണ ബെല്ലൈക്കൺ തഹേന്ന് അടിച്ചു പൊട്ടിക്കുക. എന്നാൽ മാത്രം നെക്സ്റ്റ് ഞാൻ വീഡിയോ ഇടുമ്പോൾ. So guys, keep supporting. It's me Sanju and bye-bye. Baby. അപ്പൊ ഗൈസ് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് സെക്ഷനിലൊക്കെ കിടപ്പുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ കയറി വാങ്ങുക. താങ്ക് മീ ലേറ്റർ ഓൺ ദ കമന്റ്സ്.